Hello my dear മക്കളെ, let's step into the exciting world of English. മക്കളെ, നമുക്ക് ഒരു ആനയെ കണ്ടാൽ പറയാൻ പറ്റും ഒരാനാന്ന്. ഒരു 3-4-5-6 ആനകൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ആനക്കൂട്ടമെന്ന്. ഈ ആനക്കൂട്ടത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അറിയോ? അറിയില്ലല്ലേ? അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ആനിമൽ ഗ്രൂപ്പുകളെ എന്തൊക്കെ പേരിലാണ് വിളിക്കുന്നത് എന്നാണ്. ഓരോ മൃഗങ്ങൾക്കും അവരുടെ ഒരു ഗ്രൂപ്പിനെ പല പല പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സോടുകൂടി പഠിച്ച് മനസ്സിലാക്കാം. വാ, ആദ്യത്തെ ആള് നമ്മുടെ ആന തന്നെയാണ്. നമ്മളിങ്ങനെ പറഞ്ഞല്ലോ, ആനയെ പറഞ്ഞാണല്ലോ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ നമുക്ക് ആനയെ തന്നെ തുടങ്ങാം. ഒരു കൂട്ടം ആനേനെ വിളിക്കുന്നത് എ ഹേർഡ് ഓഫ് എലഫൻസ് എന്നാണ്. എ ഹേർഡ് ഓഫ് എലഫൻസ് എന്ന് വേണം ഒരു ആനക്കൂട്ടത്തിനെ നമ്മൾ കണ്ടാൽ പറയേണ്ടത്. നിങ്ങൾ പൂരങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ആനകളെ അവിടെ കാണില്ലേ? ഒരു വലിയ ആനക്കൂട്ടം ഉണ്ടാവില്ലേ? അപ്പോൾ അതിനെ നിങ്ങൾ വിളിക്കേണ്ടത് ഇംഗ്ലീഷിൽ എ ഹേർഡ് ഓഫ് എലഫൻസ് എന്നാണ്. ഓക്കെ, ആന കഴിഞ്ഞ അടുത്ത ആൾ പക്ഷികളാണ്, ബേർഡ്സ്. പാറിപ്പറക്കുന്ന ആ പക്ഷികളുണ്ടല്ലോ, അതിൻ്റെ ഒരു കൂട്ടത്തിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ വിളിക്കേണ്ടത് എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്നാണ്. പക്ഷിക്കൂട്ടം, പ്രാക്കൂട്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിനെ നമ്മൾ വിളിക്കേണ്ടത് ഇംഗ്ലീഷിൽ എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന് വേണം. നിങ്ങൾ അടുത്ത തവണ പക്ഷികളൊക്കെ ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് കാണുന്ന സമയത്ത് അരിമണിയൊക്കെ കൊത്തി തിന്നുമ്പോൾ കാണുമ്പം അതിനെ വിളിക്കണം എ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് എന്ന്. പക്ഷികൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥിരം കാണുന്ന ആൾക്കാരാ കൗസ്, പശുക്കൾ അല്ലേ? നമ്മുടെ നാട്ടിലൊരു വലിയ പറമ്പുണ്ടെങ്കിൽ അവിടെ കുറേ പശുക്കളെ ഇങ്ങനെ മെയ്യാൻ വിടും. അപ്പോൾ അങ്ങനെ ഒരുപാട് പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കേണ്ടത് ഹേർഡ് ഓഫ് കൗസ് എന്നാ. നമ്മൾ ആനയ്ക്ക് പറഞ്ഞില്ലേ ഹേർഡ്, അതേ വാക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. എ ഹേർഡ് ഓഫ് കൗസ് എന്ന് വേണം വിളിക്കാൻ. അപ്പോൾ പശു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ തേനീച്ചകളാണ്, ബീസ് അല്ലേ? നിങ്ങൾ ഈ ഹണി കോമ്പുകൾ കണ്ടിട്ടുണ്ടോ? തേനൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന കുഞ്ഞു കുഞ്ഞു വീടുകളാണ് തേനീച്ച. അതിനെ ഹണി കോമ്പ് എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ ചുറ്റും കുറേ തേനീച്ച കാണാൻ പറ്റും. ആ ഒരു തേനീച്ച കൂട്ടം തന്നെ അവിടെ ഉണ്ടാവും. അവരെ വിളിക്കേണ്ടത് എ സ്വോം ഓഫ് ബീസ് എന്നാണ്. തേനീച്ച കൂട്ടുകളെ വിളിക്കേണ്ടത് എ സ്വോം ഓഫ് ബീസ്. നിങ്ങൾക്ക് അധികം കേട്ടുപരിചയമില്ല ഈ വാക്ക്, പക്ഷേ ഇങ്ങനെ വേണം നമ്മൾ ഓരോ പുതിയ പുതിയ വാക്കുകൾ പഠിക്കാനും. ഓക്കെ, മറക്കരുത്, എ സ്വോം ഓഫ് ബീസ്, തേനീച്ചക്കൂട്ടം. അടുത്ത ആൾ ഫിഷ്. നമുക്ക് നല്ല മത്സ്യസമ്പത്ത് ഉണ്ടല്ലേ, ഒരുപാട് മീനുകൾ നമ്മുടെ കടലുണ്ട്. അപ്പോൾ നമ്മളൊരു വല എറിഞ്ഞിട്ട് നമുക്ക് കുറേ മീനിനെ കിട്ടുകയാണെങ്കിൽ ഒരു കൂട്ടം മീനായി. ആ ഒരു കൂട്ടം മീനിനെ വിളിക്കേണ്ടത് എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാ. ആ സ്കൂൾ തന്നെ അതേ സ്പെല്ലിംഗ് ആണ്, അതെ, SCHOOL, നമ്മളെ പോലെ സ്കൂള്. മീനിൻ്റെ ആ കൂട്ടത്തിന് വിളിക്കേണ്ടത് എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ്. നമ്മളെ പോലെ സ്കൂളിൽ പോകുന്ന ആൾക്കാരാ മീനുകളും. ലയൺസ്, കാട്ടിലെ രാജാവ്. കാട്ടിലെ രാജാവ് ഒറ്റയ്ക്കല്ല, ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ, ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എ പ്രൈഡ് ഓഫ് ലയൺസ് എന്നാണ്. ആ പേര് തന്നെ ഭയങ്കര രാജകീയമായൊരു പേരല്ലേ, പ്രൈഡ് എന്നൊക്കെ പറയുമ്പം നോക്കിയേ, എ പ്രൈഡ് ഓഫ് ലയൺസ് എന്ന് വേണം സിംഹത്തിൻ്റെ കൂട്ടത്തിനെ വിളിക്കാൻ. ഓക്കെ, സിംഹം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾക്കാ മങ്കിയ. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ. നമുക്ക് ഒരു കാട്ടിൻ്റെ സൈഡിലൂടെയൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് കുരങ്ങന്മാർ. അപ്പം കുറേ കുരങ്ങന്മാർ ഒരു മരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരത്തിൽ ഒരു കൂട്ടമായിട്ട് എവിടെ നിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കണം എ ട്രൂപ്പ് ഓഫ് മങ്കീസ്. കുരങ്ങന്മാരുടെ വാനരക്കൂട്ടത്തിനെ നമ്മൾ വിളിക്കേണ്ടത് എ ട്രൂപ്പ് ഓഫ് മങ്കീസ്, കുരങ്ങൻ കൂട്ടം. ഓക്കെ, ഇനി അടുത്ത ആളാരാം ഡോൾഫിൻസ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല, പക്ഷെ നമ്മൾ TV-യിലും മൊബൈലിലും ഒക്കെ കാണും ഒരുപാട് ഡോൾഫിനുകൾ ഇങ്ങനെ ചാടിക്കളിച്ച് പോകുന്നത്. അങ്ങനെ ചാടിക്കളിച്ച് പോകുന്ന ഒരു കൂട്ടം ഡോൾഫിനുകൾ ഉണ്ടെങ്കിൽ അവരെ നമുക്ക് വിളിക്കാം എ പോഡ് ഓഫ് ഡോൾഫിൻസ്. ഡോൾഫിൻ കൂട്ടത്തിനെ വിളിക്കണം എ പോഡ് ഓഫ് ഡോൾഫിൻസ്. ഓക്കെ, ഇനി അടുത്ത ആൾക്കാർ നല്ല ആൾക്കാരാ, ഉറുമ്പ് കൂട്ടം എന്നൊക്കെ പറയും അല്ലേ? ഒരു ചെറിയ പൊത്തുനിന്ന് കുറേ ഉറുമ്പ് വരും, നമ്മളെങ്ങാനും അതിനകത്ത് കൈയിട്ടാൽ അപ്പം വിവരം അറിയും. അങ്ങനെയുള്ള ഒരു കൂട്ടം ഉറുമ്പിനെ വിളിക്കേണ്ടത് എ കോളനി ഓഫ് ആൻസ് എന്നാ. ഉറുമ്പ് കൂട്ടത്തിനെ വിളിക്കുന്നത് എ കോളനി ഓഫ് ആൻസ്. അപ്പം മക്കളെ, നമ്മൾ ഇങ്ങനെ ഒരുപാട് മൃഗങ്ങളുടെയും അവരുടെ കൂട്ടങ്ങളെയും കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. മക്കൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓരോ കൂട്ടങ്ങളെ നിങ്ങൾ സ്വയം കണ്ടെത്തുക, പഠിക്കുക. ഓക്കെ, ഇതുപോലുള്ള നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതാണ്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ആ വീഡിയോസിനൊക്കെ വേണ്ടി കാത്തിരിക്കുക. എൻ്റെ മക്കൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിരുന്നു സാർ ഒരുപാട് വിശ്വസിക്കുകയാണ്. അപ്പം വീണ്ടും ഇതുപോലുള്ളൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ഒരു ചെറിയ താൽക്കാലിക വിരാമം. ബൈ.